വീണ്ടും ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ഡൽഹി സ്ഫോടന കേസിൽ ഇക്കോസ്പോർട്ട് കാറിനായി തിരച്ചിൽ നടത്തുന്നു. സംഭവത്തിൽ 9 പേരെ കാൺപൂരിൽ നിന്നും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ഫൈസൽ അസീസ് ചേരും. ഫൈസൽ, കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? ഡൽഹി സ്ഫോടന കേസിൽ ഇക്കോസ്പോർട്ട് കാറിനായി തിരച്ചിൽ നടത്തുകയാണ്. സംഭവത്തിൽ 9 പേരെ കാൺപൂരിൽ നിന്നും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഡൽഹി ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ സ്ഫോടനത്തിൽ അന്വേഷണത്തിന് 10 അംഗ സംഘത്തെ നിയോഗിച്ചിരുന്നു NIA. ഇതുമായി ബന്ധപ്പെട്ട് സ്ഫോടന കേസിൽ ഇക്കോസ്പോർട്ട് കാറിനായും തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സംഭവത്തിൽ 9 പേരെയാണ് കാൺപൂരിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. കൂടുതൽ വിവരങ്ങൾ ഫൈസൽ അസീസ് തരും. ഫൈസൽ, കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അരുണിമ, അല്പസമയം മുമ്പാണ് ഈ ഒരു വാർത്ത പുറത്തു വരുന്നത്. ഡൽഹിയിൽ ഒരു ഫോർഡ് ഇക്കോസ്പോർട്ട് കാറിനായാണ് തിരച്ചിൽ നടത്തുന്നത്. അതായത് ഈ സ്ഫോടനത്തിലെ പ്രധാനപ്പെട്ട ഈ I-20 കാർ ഉപയോഗിച്ചിരുന്ന, അതായത് ഈ സ്ഫോടനത്തിന് കാരണമായ I-20 കാർ ഓടിച്ചിരുന്ന ഈ ഉമർ നബിയുടെ ഉടമസ്ഥതയിലുള്ള കാറ് തന്നെയാണെന്നാണ് ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത്. ആ കാറിൻ്റെ നമ്പർ നോക്കുകയാണെങ്കിൽ ഡൽഹി DL10CK0458 DL10CK0458 എന്ന ഒരു നമ്പറിലുള്ള കാറാണ്. അത് രജൌരി ഗാർഡൻ ഡൽഹിയിലാണ് ആ കാർ രജിസ്ട്രേഷൻ ചെയ്തിരിക്കുന്നത്. ഡീസൽ ടൈപ്പ് വണ്ടിയാണ്. അതിപ്പോഴും അതിൻ്റെ രജിസ്ട്രേഷൻ ആക്റ്റീവ് ആണെന്നാണ് കാണിക്കുന്നത്. 22 നവംബർ 2017 ആ കാർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി ഉത്തർപ്രദേശിലും ഹരിയാനയിലും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള തിരച്ചിലാണ് ആരംഭിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ 5 പേരടങ്ങുന്ന ഒരു 5 അംഗ സംഘത്തെ ഉൾപ്പെടെ ഈ കാറിന് വേണ്ടിയുള്ള തിരച്ചിലിന് മാത്രമായി 5 അംഗ സംഘത്തെയാണ് പോലീസ് നിയോഗിച്ചിരിക്കുന്നതെന്നാണ് ലഭ്യമാകുന്നത്. മാത്രമല്ല, ഈ ഒരു വിഷയത്തിൽ ഈ ഡൽഹി ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ സ്ഫോടനത്തിൻ്റെ വിഷയത്തിൽ 9 പേരെ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കാൺപൂരിൽ നിന്നും UP യിൽ നിന്നും ജമ്മു കാശ്മീരിൽ നിന്നും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് ഇപ്പോൾ 9 പേരെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ SUV കാറിന് വേണ്ടിയുള്ള തിരച്ചിൽ തന്നെയാണ്. ഫോർഡിൻ്റെ കമ്പനിയായ ഇക്കോസ്പോർട്ടിൻ്റെ SUV മോഡൽ ഒരു കാറാണ് ഇപ്പോൾ. കാറിന് വേണ്ടിയുള്ള തിരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിനെ ഹരിയാനയിലും ഒപ്പം തന്നെ UP യിലും ഉൾപ്പെടെ, അതായത് ഡൽഹിക്ക് സമീപമുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും, ഡൽഹിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള തിരച്ചിൽ നടത്തിയിരിക്കുകയാണ്. അവിടുത്തെ പോലീസുകാർക്കും അവിടുത്തെ സേനകൾക്കും ഉൾപ്പെടെ ഈ ഒരു കാറിൻ്റെ വിവരവുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങളൊക്കെ കൈമാറിയിട്ടുണ്ട്. ഈ കാറിൻ്റെ എല്ലാ ഡീറ്റെയിൽസും, അതായത് ഈ കാർ എത്രയും വേഗം കണ്ടുപിടിക്കുക എന്നുള്ളൊരു കാര്യമാണ്. അത് ആ കാറിൻ്റെ നമ്പർ ഇങ്ങനെയാണ്: DL10CK0458 DL10CK0458 എന്നാണ് ഈ കാറിൻ്റെ നമ്പർ എന്ന് പറയുന്നത്. രജൌരിയിലാണ് ഈ കാർ രജിസ്ട്രേഷൻ ചെയ്തിരിക്കുന്നത്. 7 വർഷവും 11 മാസമായാണ് ഈ കാർ ഇപ്പോൾ രജിസ്റ്റർ ചെയ്ത് 7 വർഷം 11 മാസമായിട്ടുണ്ട്. 22 നവംബർ 2017 ഈ കാർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഓണർ നെയിമായി കാണിക്കുന്നത്, അതായത് ഉടമസ്ഥയായി കാണിക്കുന്നത് ഈ ഉമ്മർ നഖ്വിയുടേതാണ്. അതായത് അദ്ദേഹമാണ് ഈ ഒരു സ്ഫോടനത്തിൻ്റെ പ്രധാനപ്പെട്ട ആളെന്ന് പറയുന്നത്. ഏതായാലും ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ ആ ഒരു SUV കാറിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഡൽഹിയിലൊട്ടാകെ, അല്ലെങ്കിൽ UP യിലും ഹരിയാനയിലും ഒട്ടാകെയുള്ള തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അരുണിമ. ശരി, വ്യക്തമാണ്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് ഫൈസൽ അസീസാണ്.